ഞാൻ ഒരു നഴ്സാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ലാബ് ടെക്നീഷ്യനാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു പ്രൊഫഷനാണ്. ഇതിലൊക്കെ സാധ്യതയുള്ള ഏരിയയും ഉണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും അവരുടെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ പ്രോപ്പറായിട്ട് സ്ക്രീൻ ചെയ്ത് അവർക്കുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളാണ് അത് ടേക്ക് കെയർ ചെയ്യുന്നത്. അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ സാമ്പത്തിക ഭാരങ്ങളോ ഇല്ലാത്ത രീതിയിൽ ആണ് ഞങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സുകൾ മൊത്തമായിട്ട് നടക്കുന്നത്. എനിക്കൊരു വിസ ലഭിച്ച് അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? തുടക്കത്തിൽ ഏത് രീതിയിലായിരിക്കണം എൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? സോഷ്യൽ വർക്കേഴ്സ് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഫീൽഡാണ്. പിന്നെ ഡയറ്റീഷ്യൻസ്, ഫിസിക്കൽ തെറാപ്പിസ്റ്റ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, ഓഡിയോളജിസ്റ്റ്, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, ഈ ഏരിയകളിലെല്ലാം ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. ഈ പറയുന്നത് പോലെ അത്തരത്തിലുള്ള പണച്ചെലവുകളില്ല. നമ്മൾ ഈ വിസ പ്രോസസ്സിംഗ് ഫീ, ടിക്കറ്റ് ചാർജ് എന്നതിലുപരിയായി മറ്റ് ഫീസുകൾ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. അത്തരത്തിൽ എന്തെങ്കിലും ഫീസ് ഉണ്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതൊരു ചതിക്കുഴിയാണ്. ഒരു കാരണവശാലും നിങ്ങൾ അപ്ലിക്കൻറ്റിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്നോ ഒരു രൂപ പോലും US-ലേക്കുള്ള ഇമിഗ്രേഷൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ വാങ്ങാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ പ്രോസസ്സ്. ഹെൽത്ത് സെക്ടറിൽ അതല്ലാതെ, നഴ്സുമാരല്ലാതെ വേറെ ഏതൊക്കെ ജോലികൾക്കാണ് സാധ്യതയുള്ളത്? നഴ്സസിന് കിട്ടേണ്ട സ്കോർ ഓവറോൾ 6.5 ആണെങ്കിൽ മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റിന് വേണ്ടത് 6 മതി. H1B എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഏറെ പേരും ശ്രമിക്കുന്നത്. H1B വിസയുടെ ഒരു മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ആർക്കൊക്കെ അതിന് ട്രൈ ചെയ്യാം? ഏത് പ്രൊഫഷൻസും ഡിഗ്രി ഓർ മോർ റിക്വയർഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവർ എലിജിബിൾ ആണ്. ആ പൊസിഷൻ അവിടെ ഓപ്പണിംഗ് ആണ്. അവരെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ H1Bയിൽ വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമസ്കാരം. താറുമാറായി കിടക്കുന്ന നമ്മുടെ ഇമിഗ്രേഷൻ സംവിധാനം പരിഹരിക്കപ്പെടണം. അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കണം. എന്നാൽ നിയമപരമായി കുടിയേറി വരുന്നവരെ വംശമോ മതമോ കൂടാതെ സ്വീകരിക്കണം. സൗത്ത് കാരോലിനയുടെ മുൻ ഗവർണറായ നിക്കി ഹേലിയുടെ വാക്കുകളാണ്. നിയമപരമായി വരുന്ന ഓരോ ഇമിഗ്രന്റിനെയും ഹൃദയത്തോട് ചേർത്ത് സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. എങ്ങനെ അമേരിക്കയിലേക്ക് കുടിയേറാം? ഏതൊക്കെ ചതിക്കുഴികളുണ്ട്? ഏതൊക്കെ മേഖലകളിലാണ് സാധ്യതകൾ കൂടുതൽ? ഇതേക്കുറിച്ചൊക്കെ ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അതിഥി, US-ലെ സീനിയർ ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റായ ശ്രീ സജി ജോൺ. വെൽക്കം സർ. താങ്ക് യു. നമ്മൾ പലരോടും കുടിയേറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ജോലിക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനാണെങ്കിലും പഠനത്തിനാണെങ്കിലും ഒക്കെ പോകുമ്പോൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പം ഒരു ലിസ്റ്റ് ഓഫ് രാജ്യങ്ങൾ അവർ പറയും. പക്ഷെ പലരും അമേരിക്ക എന്ന് പറയാറില്ല. പക്ഷെ അവരുടെയൊക്കെ മനസ്സിൽ ഒരു സ്വപ്നമായിട്ട് അമേരിക്ക ഉണ്ട് താനും. അപ്പോൾ ഇവരിൽ പലരോടും ഞാൻ വീണ്ടും ഒരു രണ്ടാമതൊരു ചോദ്യം കൂടി ചോദിക്കുക, അതെന്തുകൊണ്ട് നിങ്ങൾ അമേരിക്ക കൺസിഡർ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അതൊരു ബാലികേറാമലയാണ്, കാരണം ഞങ്ങളെ കൊണ്ട് അത് പറ്റില്ല, അമേരിക്കയിലേക്ക് പോവുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയിലേക്ക് പോകുന്നത് അത്ര പ്രയാസമുള്ള കാര്യമാണോ? ഒരിക്കലും അല്ല. കാരണം പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളെ കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഏകദേശം 12,000-ലധികം പേരെ ഞാൻ അമേരിക്കയിലേക്ക് റിക്രൂട്ട് ചെയ്ത് ഞങ്ങളുടെ ഹോസ്പിറ്റൽ സിസ്റ്റത്തിൽ വിവിധ തസ്തികകളിൽ അവർ നിയമിച്ചിട്ടുണ്ട്. അപ്പം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല അനുയോജ്യമായ ഒരു സ്ഥലമാണ് അമേരിക്ക പോലെയുള്ള ദേശം. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ആളുകൾ ശരിക്കും യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഭാഗത്തെക്കുറിച്ച് കാര്യമായിട്ട് വിശദമായിട്ട് അന്വേഷിക്കാത്തത് കൊണ്ടാണ് അത് വരാൻ പറ്റാതെ പോകുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരു ഇന്ത്യക്കാരനായ വെങ്കട്ട് ആൻകം എന്ന് പറയുന്ന വ്യക്തി ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പഠനപ്രകാരം അമേരിക്കയിലുള്ള ഇന്ത്യക്കാരിൽ 95% അദ്ദേഹം ചോദിക്കുമ്പോൾ അവരാരും തിരിച്ചിങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. 5% മാത്രമാണ് ഏതെങ്കിലും കാരണത്താൽ തിരികെ വരണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ പഠനം കണ്ടപ്പോൾ ഞാൻ ചിന്തിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് പെറ്റമ്മയേക്കാൾ പോറ്റമ്മയായ ആ രാജ്യത്ത് നിൽക്കാൻ ഇത്രയും ആൾക്കാർ 95% ഇന്ത്യക്കാരും പ്രിഫർ ചെയ്യുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക ഒരു കാന്തിക വലയം പോലെ അവരെ പിടിച്ചു നിർത്തുന്ന എന്തൊക്കെയോ ഉണ്ടല്ലോ. അപ്പോൾ അമേരിക്ക എന്താണ് കുടിയേറ്റക്കാർക്ക് കൂടുതലായി നൽകുന്നതും, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് എന്താണ് അമേരിക്കയുടെ മെച്ചം? ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. കാരണം ക്രിസ്റ്റീന പറഞ്ഞ പോലെ പെറ്റമ്മയും പോറ്റമ്മയും എന്നുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ അമേരിക്ക പോലെയുള്ള ദേശങ്ങൾ ഇത് ഓപ്പർച്യൂണിറ്റീസിൻ്റെ നാടാണ്. നമുക്കവിടെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വളരാനും ഉള്ള അവസരങ്ങളുണ്ട്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മളുടെ സാമൂഹിക സുരക്ഷതയാണ്. അത് നമ്പർ 1 പ്രയോറിറ്റി. അവിടെ അത് വന്നിരിക്കുന്ന കുടിയേറ്റക്കാർക്കാണെങ്കിലും അവിടെയുള്ളവർക്കാണെങ്കിലും അവർ ഈക്വലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്പർ 1. നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റികൾ ഒരുപാടാണ്. നമ്മളുടെ മക്കൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഏതെല്ലാം തലങ്ങളിൽ വേണമെങ്കിലും അവർക്ക് പഠിച്ചെത്തുകയും ഏറ്റവും നല്ല രീതിയിലുള്ള ഏറ്റവും നല്ല വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് അവർക്ക് ഏറ്റവും നല്ല ജോലികൾ ലഭിക്കാൻ പറ്റുന്ന മേഖലകളും അതനുസരിച്ച് ആ ഗവൺമെൻറ് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അത് ഇപ്പോൾ ഒരു കുടിയേറ്റക്കാരനെന്നോ അല്ലെങ്കിൽ ഒരു അമേരിക്കക്കാരനെന്നോ ഒരു വ്യത്യാസം അവരവിടെ കാണിക്കാറില്ല. മറിച്ച് നമ്മൾ ആ പൊസിഷനിൽ എലിജിബിൾ ആണോ എങ്കിൽ തീർച്ചയായും നമ്മൾക്ക് ആ ജോലി ലഭിച്ചിരിക്കും. അതിന് യാതൊരു വ്യത്യാസങ്ങളുമില്ല. മൂന്നാമതായിട്ട് വരുന്ന വ്യക്തികൾക്ക് അവിടെ സെറ്റിൽ ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരങ്ങൾ. കാരണം നമ്മളുടെ ദേശം പോലെ തന്നെ വളരെ ഓപ്പണാണ്. നമുക്കവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്കൊരു വീട് വാങ്ങാനും വാങ്ങി അതനുസരിച്ചിട്ട് അവിടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും പറ്റും. ഏറ്റവും ചെറിയ രീതിയിൽ മുതൽ ഏറ്റവും വലിയ രീതിയിൽ വരെ ജീവിക്കാനും അവിടെ തടസ്സങ്ങളൊന്നും ഇല്ല. പിന്നെ ഉള്ളത് നമുക്ക് നമ്മളുടേതായ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഈവൻ സംഘടനകളുണ്ട്, അതുപോലെ തന്നെ അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്, അതുപോലെ മറ്റ് രീതിയിലുള്ള സൗകര്യങ്ങളും അവിടെ ഉള്ളതുകൊണ്ട് പൊതുവെ ആളുകൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഇത്രയും നല്ല സൗകര്യങ്ങളുള്ള ഒരു നാട്ടിൽ വന്നിട്ട് പിന്നെ തിരിച്ച് ഞാൻ നാട്ടിലേക്ക് പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കാറുണ്ട്. അതാണ് അതിൻ്റെ മെയിൻ കാരണം. അപ്പോൾ ഒരു വശത്ത് അമേരിക്ക എന്ന് പറയുന്ന ഒരു ഡ്രീം ഡെസ്റ്റിനേഷനായിട്ട് നിൽക്കുന്നു, അത് അത്ര വലിയ ആകർഷണീയമായ ഒരു ഘടകമായിട്ട് നിൽക്കുമ്പോൾ മറുവശത്ത് തന്നെ നമ്മൾ ചിന്തിക്കും നമ്മുടെ ഒരു സംസ്കാരമുണ്ട്, നമ്മൾ വളർന്നു വന്ന രീതികളുണ്ട്. പക്ഷേ ഈ ഫാദർലെസ് അമേരിക്ക പോലെയുള്ള ചില ബുക്കുകൾ വായിക്കുകയും ചില കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയും വളരെ ദൂരെ നിന്ന് ഒരിക്കൽ പോലും അവിടെ എത്തപ്പെടാതെ നമ്മൾ വളരെ ദൂരെ നിന്ന് ആ സംസ്കാരത്തെ ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്കൊരു കൾച്ചർ ഷോക്ക് ഉണ്ടാകുമോ അവിടെ ചെല്ലുമ്പോൾ, എനിക്ക് അതുമായി അംഗീകരിച്ച് പോകാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. അതിനുള്ള ഉത്തരം എന്താ? തീർച്ചയായിട്ടും നമുക്കൊരു ദേശത്തേക്ക് ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മാസത്തെ കാലയളവ് എടുക്കും നമ്മൾ ആ രാജ്യത്തെ ഒരു സാഹചര്യങ്ങളുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരുവാൻ. പക്ഷേ നമുക്കത് വളരെ ഈസി ആയിട്ട്, പൊതുവേ നമ്മുടെ മലയാളി സമൂഹം എന്ന് പറയുന്നത് ഒരു ദേശത്ത് വന്ന് അഡാപ്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. മറ്റുള്ള സാഹചര്യങ്ങളുമായിട്ട് അവർ പൊരുത്തപ്പെടും. ഇപ്പോൾ നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സപ്പോർട്ട് ഒരു മെക്കാനിസം അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് നിന്ന് പോകാൻ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് അങ്ങനൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടുമില്ല. ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ 20 വർഷം ഇത്രത്തോളം ആളുകൾ കൊണ്ടുപോയിട്ട് ഉള്ളതിൽ ഒരേ ഒരു ഫാമിലി മാത്രമാണ് തിരിച്ച് അവർ വന്നിടത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് ഐ ക്യാൻ സേ 99.9% ആളുകളും അവിടെ തന്നെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അവരുടെ മക്കളായി അവരുടെ മക്കളുടെ മക്കളായി സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ മോഹൻലാലിൻ്റെയും ശ്രീനിവാസൻ്റെയും സിനിമ നാടോടിക്കാറ്റ് കാണുമ്പം അതിൽ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, ഗഫൂർ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. പലപ്പോഴും കുടിയേറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആ ഒരു കഥാപാത്രവുമായിട്ടാണ്. പലപ്പോഴും പലരുടെയും ധാരണ അമേരിക്കയിലെ കുടിയേറ്റ സംവിധാനവും ഏകദേശം അതുപോലെയാണ്. ഒരു ഏജൻസി അല്ലെങ്കിൽ ഇതേപോലെ ചില വ്യക്തികൾ അവർ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിസ സംഘടിപ്പിച്ചു തരികയും ഞങ്ങൾക്ക് അവിടെ ജോലി സംഘടിപ്പിച്ചു തരികയും ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി വളരെ പ്രൊഫഷണലായി നടന്നു പോകുന്ന ഒരു കുടിയേറ്റ സംവിധാനമാണ് അമേരിക്കയ്ക്കുള്ളത്. അപ്പോൾ ഈ അമേരിക്കൻ ഇമിഗ്രേഷൻ സിസ്റ്റം എങ്ങനെയാണ്? ഇതുപോലൊരു ഏജന്റിനോ ഈ പറയുന്ന ഗഫൂറിനെ പോലെയുള്ള ഒരു വ്യക്തിക്കോ ഞാൻ 12 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ അമേരിക്കയിൽ എത്തിക്കാം, ജോലി തരാം, അങ്ങനെയുള്ള കാർഡുകൾ വരെ കണ്ടിട്ടുണ്ട്. അപ്പം അഭ്യസ്തവിദ്യരായിട്ടുള്ള പലരും പോലും നമ്മളോട് ചോദിക്കാറുണ്ട് ഇത് ശരിയാണോ എന്ന്. അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ടോ? അങ്ങനെ ഒരു സംവിധാനം അമേരിക്കൻ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ ഇല്ല. കാരണം അമേരിക്കൻ ഇമിഗ്രേഷൻ സിസ്റ്റം ആസ് ലോങ് ആസ് നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഡയറക്റ്റ് ആ എംപ്ലോയറുമായിട്ട് അപ്രോച്ച് ചെയ്യുക. മറിച്ച് നമ്മൾ തേർഡ് പാർട്ടികൾ വഴി പോകുമ്പോഴുള്ള കുഴപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചതിക്കുഴികളാണ്. ആ ചതിക്കുഴികളിൽ വീഴുമ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മറ്റു പലരും കൊണ്ടുപോകുന്നുണ്ട്. അമേരിക്കയിൽ ഇമിഗ്രേഷൻ സിസ്റ്റം വളരെ പ്രോപ്പറായിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമാണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ സിസ്റ്റത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു വ്യക്തി എൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും അവരുടെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ പ്രോപ്പറായിട്ട് സ്ക്രീൻ ചെയ്ത് അവർക്കുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളാണത് ടേക്ക് കെയർ ചെയ്യുന്നത്. അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ സാമ്പത്തിക ഭാരങ്ങളോ ഇല്ലാത്ത രീതിയിൽ ആണ് ഞങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സുകൾ മൊത്തമായിട്ട് നടക്കുന്നത്. അവർക്ക് പല സമയങ്ങളിലും പല രീതിയിലുള്ള കൺസേൺസ് അവർക്കുണ്ടാവാറുണ്ട്, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ആ സമയങ്ങളിലെല്ലാം നമ്മളവർക്ക് കൃത്യമായിട്ട് അടുത്ത ഓരോ സ്റ്റെപ്സ് എങ്ങനെയാണെന്നുള്ളത് നമ്മളവർക്ക് പറഞ്ഞ് കൊടുത്ത് മനസ്സിലാക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഏജൻസികളൊക്കെ ചെയ്യുന്നൊരു പ്രോബ്ലം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി പൈസ പറ്റിച്ച് കൊണ്ടുപോകുന്ന സിസ്റ്റമാണ്. എപ്പോഴും ആളുകൾ ചിന്തിക്കേണ്ടത് അവർക്ക് എപ്പോഴെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള എംപ്ലോയേഴ്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഹയർ ചെയ്യാൻ അവരുടെ എലിജിബിലിറ്റി മീറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് പ്രൊഫഷനാണോ അതിനനുസരിച്ച് അവർക്ക് അവിടെ വരാനും വർക്ക് ചെയ്യാനും ഉണ്ട്. വെറുതെ മറ്റ് തേർഡ് പാർട്ടിക്ക് പൈസ കൊടുത്തതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ നമ്മൾ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സജി സാറ് ഈ കാര്യത്തിൽ പണം വാങ്ങിക്കൊണ്ടല്ല ഇത് ചെയ്യുന്നത്. 2, ഈ പറയുന്നത് പോലെ
അത്തരത്തിലുള്ള പണച്ചെലവുകളില്ല. നമ്മൾ ഈ വിസ പ്രോസസ്സിംഗ് ഫീ അല്ലെങ്കിൽ നമ്മുടെ ടിക്കറ്റ് ചാർജ് എന്നതിലുപരിയായി മറ്റ് ഫീസുകൾ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. അത്തരത്തിൽ എന്തെങ്കിലും ഫീസ് ഉണ്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതൊരു ചതിക്കുഴിയാണ്. തീർച്ചയായിട്ടും അത് ചതിക്കുഴി തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഇടയിൽ ഒരു പ്രാവശ്യം പോലും ഒരു വ്യക്തികളിൽ നിന്ന് പോലും സാമ്പത്തികമായിട്ട് നീ പൈസ തന്നാൽ നിന്നെ ഞാൻ കൊണ്ടുവരാം അല്ലെങ്കിൽ കൊണ്ടുപോകാമെന്നുള്ളൊരു ഓപ്ഷൻ ഇന്ന് വരെ നമ്മൾ ചെയ്തിട്ടില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിൻ്റെ ഒരു ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ ലീഡർഷിപ്പിൻ്റെ ഭാഗമാവുമ്പോൾ തന്നെ നമ്മളോട് തന്നെ ഒരു കടപ്പാട്, കൂടാതെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനോട്, മറിച്ച് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ. അതല്ലാതെ നമുക്കിപ്പോൾ അവരിൽ നിന്നൊരു സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ട നമുക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ ഏകദേശം 65ഓളം രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ട് ഇതിലെ സെലക്റ്റീവ് കൺട്രികളിൽ നിന്നാണ് നമ്മൾ ഏറ്റവും നല്ല ഹൈ കാലിബറായിട്ടുള്ള വ്യക്തികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് നമ്മൾ നേഴ്സസ് മാത്രമല്ല മറ്റുള്ള പ്രൊഫഷൻസിനെയും കൂടിയാണ് നമ്മൾ ഹയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് ഓരോ രീതിയിലുള്ള കൺസൾട്ടൻസ് നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാൻഡിഡേറ്റ് വരുന്നത് പല കൺസൾട്ടൻസിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ പല വ്യക്തികളിൽ നിന്നായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു കാരണവശാലും നിങ്ങൾ അപ്ലിക്കൻറ്റിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്നോ ₹1 പോലും US-ലേക്കുള്ള ഇമിഗ്രേഷൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ വാങ്ങാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ പ്രോസസ്സ്. അതുപോലെ തന്നെ ഈ അമേരിക്ക എന്ന് പറയുന്ന സ്വപ്നം അത് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയും ഏത് വിധേനയും അവിടെ എത്തിച്ചേരുക എന്ന ടെൻഡൻസി ഉള്ള ചിലരെങ്കിലും കാണും. അപ്പോൾ നമ്മൾ ഈ CAA എന്ന് പറയുന്ന സിനിമയിൽ കാണുന്നത് പോലെ ഹോണ്ടുറാസിലും അതേപോലെയുള്ള അതിർത്തി പ്രദേശങ്ങളിൽ കൂടെ ഒക്കെ വളരെ കഷ്ടപ്പെട്ട് ഇല്ലീഗലായിട്ട് എങ്ങനെയെങ്കിലും കടന്നുകൂടാൻ ശ്രമിക്കുന്നു. എവിടെ വെച്ചെങ്കിലും പിടിക്കപ്പെടുകയും ചെയ്യും. പിന്നെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. മറ്റൊന്ന് നമ്മൾ സ്പാനിഷ് മസാലയിൽ കണ്ട ദിലീപാണ്. അവിടെ ചെന്നൊരു പ്രോഗ്രാമിനായി പോകുന്നു, അവിടെ നിന്ന് രക്ഷപ്പെട്ട. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു തവണ അമേരിക്കയിൽ പോയ ശേഷം എന്നാൽ ഞാൻ ഇവിടെ അങ്ങ് മുങ്ങി കുറേ നാൾ ജോലി ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി തിരിച്ചു പോകാം എന്ന വ്യഗ്രതയിൽ വരുന്നവരുമുണ്ട്. ഇത് എത്രത്തോളം ആശാവഹമാണ്? അതായത് അത് ശരിയാണോ അങ്ങനെ ചെയ്യുന്നത്? അത്തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള കുടിയേറ്റത്തെ പിടിക്കാൻ അവിടെ നല്ല സംവിധാനങ്ങളും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് പലരും അത് മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. എൻ്റെ അടുത്ത് പോലും പേഴ്സണലായിട്ട് പല വ്യക്തികളും അപ്രോച്ച് ചെയ്തിട്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി എനിക്ക് ഓഫർ തന്നിട്ട് ഞാൻ ഇത്ര ലക്ഷം രൂപ ചിലവായാലും വേണ്ടില്ല, എന്നെ ഒന്ന് അമേരിക്കയിൽ എത്തിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒത്തിരി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ചിരിച്ചുകൊണ്ട് അവരോട് പറയുന്നത്, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കാം. പല രീതിയിലും ടൂറിസ്റ്റ് വിസകളിലും അതുപോലെ മറ്റു പല വിസകളിലും വന്നിട്ട് അനധികൃതമായിട്ട് അവിടെ താമസിച്ച് പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് അതുപോലെ അവിടുന്ന് ഇവരെ പിടിച്ച് തിരിച്ചിങ്ങോട്ട് ഡീപ്പോർട്ട് ചെയ്യേണ്ട അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു ഗവൺമെൻറ് ഒരു ഡിസിഷൻ എടുക്കുകയാണ്, നാളെ മുതൽ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇവിടെ നിർത്താൻ പറ്റില്ല, ലീഗലായിട്ടുള്ള ഇമിഗ്രേഷന് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്നവരെല്ലാം അതിനകത്ത് ഉൾപ്പെടും. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നിയമപരമായി അമേരിക്കയിലേക്ക് നമുക്ക് പോകാനുള്ള എന്തൊക്കെ ഓപ്ഷൻസാണ് ഉള്ളത്? നിയമപരമായിട്ട് നമുക്ക് ഒരു വർഷം അമേരിക്കൻ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് കാറ്റഗറിയിൽ എന്ന് പറയുന്നത് 3 ഡിഫറെൻറ്റ് കാറ്റഗറീസാണ് മെയിനായിട്ടുള്ളത്. EB1, EB2 ആൻഡ് EB3. ടോട്ടലായിട്ട് 1,40,000 പേർക്കാണ് അവിടെ ലീഗലി ഇമിഗ്രൻ്റ് ആയിട്ട് വർക്ക് പെർമിറ്റിൽ വന്ന് അല്ലെങ്കിൽ ഗ്രീൻ കാർഡിൽ വന്ന് അവിടെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കുന്ന EB3-ലാണ് ക്വാളിഫൈഡ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. EB1 എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ഉള്ള വ്യക്തികൾക്കുള്ള ഒരു കാറ്റഗറിയാണ്. അത് ഏറ്റവും കുറവ് ഹോൾ വേൾഡിൽ നിന്ന് യൂസ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. കാരണം അതിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതും ഏറ്റവും നന്നായിട്ട് വന്ന് അവിടെ പെർഫോം ചെയ്യാനും പറ്റുന്നൊരു കാറ്റഗറിയാണ് EB1. അത് കൂടുതലും നമ്മളുടെ റിസർച്ച് സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ അത്ലറ്റ്സ് അല്ലെങ്കിൽ നാഷണലി ഏതെങ്കിലും അവാർഡ് കിട്ടിയിരിക്കുന്ന വ്യക്തികൾ, ഇപ്പോൾ ഈ ദേശത്തിലെ ഏറ്റവും വലിയ ടോപ്പായിട്ടുള്ള ഏതെങ്കിലും മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ചിട്ട് അത് ലോകത്തിൻ്റെ മുൻപിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള വ്യക്തികൾ, ഇങ്ങനെയുള്ളവർക്കുള്ളൊരു ഓപ്ഷനാണ് ഈ EB1 എന്ന് പറയുന്നത്. അതിൽ തന്നെ കാറ്റഗറി A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. അതിനകത്ത് 10ഓളം റിക്വയർമെൻറ്റ്സിൽ 3 റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ആ കാറ്റഗറിയിൽ അവിടെ വരാൻ പറ്റും. പിന്നെ ഉള്ളതാണ് എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് കാറ്റഗറി 2. അത് ഹോൾഡിങ് ആൻ അഡ്വാൻസ്ഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് ഓർ എബോവ് ഉള്ളവർക്ക് വരാൻ പറ്റുന്ന അടുത്ത ഓപ്ഷനാണ് EB2 എന്ന് പറയുന്ന കാറ്റഗറി. അതും ഈ പറഞ്ഞതുപോലെ ഒത്തിരി യൂസ് ചെയ്യാറില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് IT മറ്റു മേഖലകളിലുള്ളവർ ഒത്തിരി ആ മേഖലകൾ ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ അവിടെ വന്നു കഴിഞ്ഞിട്ട് അവരുടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ട്.
പിന്നെ മൂന്നാമത്തെ കാറ്റഗറിയാണ് സ്കിൽഡ് പ്രൊഫഷണൽസ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ IT പ്രൊഫഷണൽസ് അല്ലെങ്കിൽ നേഴ്സസ്, മറ്റ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് എല്ലാവരും പൊതുവെ ഉപയോഗിക്കുന്നത് ഈ EB3 കാറ്റഗറിയാണ്. അപ്പോൾ അതിൽ തന്നെ EB3 കാറ്റഗറിയിൽ സ്കെഡ്യൂൾ A എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിലാണ് കൂടുതലും നേഴ്സസിൻ്റെ പെറ്റീഷൻ ഫയൽ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതും പൊതുവെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അതുപോലെ പലപ്പോഴും നമ്മൾ ഈ ഹെൽത്ത് സെക്ടർ എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ ഒരേ ഒരു ഓപ്ഷനാണുള്ളത്, നഴ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റൻസ്. ഹെൽത്ത് സെക്ടറിൽ അതല്ലാതെ നഴ്സുമാരല്ലാതെ വേറെ ഏതൊക്കെ ജോലികൾക്കാണ് സാധ്യതയുള്ളത്? ഒത്തിരി സാധ്യതകളുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഏകദേശം 200-ലധികം മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റിനെ എൻ്റെ ഹോസ്പിറ്റൽ സിസ്റ്റത്തിലേക്ക് ഹയർ ചെയ്തിട്ടുണ്ട്. അതിൽ 90% ആളുകളും വന്നത് ഫിലിപ്പീൻസ് എന്ന് പറയുന്ന രാജ്യത്തു നിന്നാണ്. അപ്പോൾ നമ്മളുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഫീൽഡാണ് ഈ മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ്. അത് പാസ്സായി അവിടുത്തെ ASCP എന്ന് പറയുന്നൊരു എക്സാമുണ്ട്. അതുപോലെ ഇംഗ്ലീഷിൻ്റെ പ്രൊഫിഷ്യൻസി, നേഴ്സസിൻ്റെ അത്രയും സ്കോർ അവർക്ക് വേണ്ട. അത് വളരെ ഈസി ആയിട്ട് അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇംഗ്ലീഷ് സ്കോറേ അവർക്കുള്ളൂ. ആ സ്കോറും ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നോൺ ഇമിഗ്രൻ്റ് H1B വിസ കാറ്റഗറിയിൽ അവിടെ വരാൻ പറ്റും. കാരണം അവിടെ വന്നു കഴിഞ്ഞ് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവർക്ക് തുടർന്ന് അവർക്ക് ഗ്രീൻ കാർഡിലേക്കുള്ള പെറ്റീഷൻ ആ സ്ഥാപനം തന്നെ ഫയൽ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ വർക്കേഴ്സ് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഫീൽഡാണ്. പിന്നെ ഡയറ്റീഷ്യൻസ്, ഫിസിക്കൽ തെറാപ്പിസ്റ്റ്, ഒക്കുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, ഓഡിയോളജിസ്റ്റ്, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, ഈ ഏരിയകളിലെല്ലാം ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. അതുപോലെ തന്നെയാണ് ക്ലിനിക്കൽ സയൻറ്റിസ്റ്റ്, അതുപോലെ പ്രൊഫസേഴ്സ്, അതുപോലെ നമുക്ക് ഈ ടീച്ചേഴ്സ്, മാത്സ് സയൻസ് ഏരിയകളിൽ ടീച്ചേഴ്സിനും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയയാണ് ഈ അമേരിക്കൻ ഇമിഗ്രേഷൻ സിസ്റ്റം. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പഠിച്ചതിന് ശേഷം അവിടെ നിന്നെടുക്കുന്ന ഡിഗ്രി, അത് ഈ പറയുന്ന ഹെൽത്ത് സെക്ടറിലാണെങ്കിലും IT-യിലാണെങ്കിലും എഡ്യൂക്കേഷനിലാണെങ്കിലും, ഇതിനുശേഷം പല രാജ്യങ്ങളും അവിടെ ചെല്ലുമ്പോൾ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പാസ്സാകാൻ ഒരു റിക്വയർമെൻറ്റ് പറയാറുണ്ട്. US-ൽ അങ്ങനെയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് ആണെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് അവരുടെ ഈ പെറ്റീഷൻ ഫയൽ ചെയ്യണമെങ്കിൽ ASCP എന്ന് പറയുന്നൊരു എക്സാം പാസ്സാവണം. അതുപോലെ ഇംഗ്ലീഷിൻ്റെ പ്രൊഫിഷ്യൻസി, പിന്നെ CGFNS എന്നുള്ള വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ ഫാർമസിസ്റ്റ് ആണെങ്കിലും അവിടുത്തെ ബോർഡ് എക്സാം പാസ്സാവണം. അതുപോലെ ഫാർമസിസ്റ്റിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഇല്ല. കാരണം സെക്കൻഡ് ജനറേഷൻ അമേരിക്കൻസ് അവിടെ ഒത്തിരി പേര് ഈ ഫാർമസി ഫീൽഡിലേക്ക് പോകുന്നതുകൊണ്ടും മറ്റ് ടെക്നോളജി ഒത്തിരി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഒരുപാട് ഫാർമസിസ്റ്റിനെ അവർക്ക് വേണ്ടാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഫിസിക്കൽ തെറാപ്പി അവരോട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ ഡോക്ടറേറ്റ് ഇൻ ഫിസിക്കൽ തെറാപ്പി പാസ്സായിരുന്നാൽ പോലും അവർക്ക് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ഈക്വലൻസി മീറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ബ്രിഡ്ജ് പ്രോഗ്രാമിന് പോകേണ്ടതായിട്ടുണ്ട്. 1 വർഷത്തെ പ്രോഗ്രാമാണ്. ഈവൻ സ്റ്റുഡൻ്റായിട്ട് വന്നാൽ പോലും അത് പാസ്സായി കഴിയുന്ന ഓൾമോസ്റ്റ് 100% ആളുകൾക്കും അവിടെ തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടുന്നതുകൊണ്ട് അവർക്ക് അവിടെ സ്റ്റേ ബാക്ക് ചെയ്യാം, അവർക്കും ഗ്രീൻ കാർഡ് കിട്ടാൻ എളുപ്പമാണ്. സാർ പറഞ്ഞതുപോലെ തന്നെ ഭാഷാ പരിജ്ഞാനം വേണമല്ലോ, പ്രത്യേകിച്ച് ഡയറക്റ്റ് ആയിട്ട്. ഇപ്പോൾ നഴ്സസ് ആണെങ്കിൽ അവർ പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടവരാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഡയറക്റ്റ്. അപ്പോൾ അവരുടെ ഭാഷാ പ്രാവീണ്യം കൂടുതൽ വേണം. അങ്ങനെ അല്ലാത്ത ഈ പറയുന്ന ഒരു ലാബാവുമ്പം വേറൊരാൾ കൊണ്ടു കൊടുക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ സാമ്പിൾ ആയിരിക്കും അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അത്രയും ഭാഷാ പരിജ്ഞാനം വേണമെന്നില്ല. അപ്പോൾ ഏത് തരത്തിലുള്ള എക്സാമിനേഷൻസ്, ഇപ്പോൾ IELTS ഉണ്ട്, TOEFL ഉണ്ട്, PTE ഉണ്ട്, അങ്ങനെ പല എക്സാംസ് ഉണ്ടല്ലോ, ഏത് തരത്തിലുള്ള എക്സാംസ് ആണ് ഈ ഓരോ കാറ്റഗറിയും മീറ്റ് ചെയ്യേണ്ടത്? ഇതിൽ നേഴ്സസിനും മെഡിക്കൽ ടെക്നോളജിസ്റ്റിനും 7ഓളം ഇംഗ്ലീഷ് എക്സാംസ് ചൂസ് ചെയ്യാം. ഇതിനകത്ത് ശരിയാണ്, നേഴ്സസിന് 7 ഓപ്ഷൻസ് ഉണ്ട്, മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റിനും അതുപോലെ 7 ഓപ്ഷൻസ് ഉണ്ട്. മറ്റ് പ്രൊഫഷൻസിൽ എക്സെപ്റ്റ് നമ്മളുടെ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആൻഡ് ഒക്കുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, ഇവർക്ക് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, TOEFL IBT എന്ന് പറയുന്നൊരു ചോയ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഫാർമസിസ്റ്റിനും. ബാക്കി നേഴ്സസിന് കിട്ടേണ്ട സ്കോർ ഓവറോൾ 6.5 ആണെങ്കിൽ മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റിന് വേണ്ടത് 6 മതി. ഈസി ആയിട്ട് അവർക്കത് ആ കടമ്പ കടക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ഇപ്പോൾ ഓഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, ഇവർക്കെല്ലാം ഈ നേഴ്സസിൻ്റെ അത്രയും ഈ സ്പീക്കിംഗ് സ്കോർ വേണ്ട. 7 എക്സാംസിനകത്ത് ഇപ്പോൾ TOEFL ഉണ്ട്, IELTS ഉണ്ട്, IELTS കേംബ്രിഡ്ജ് ഉണ്ട്, TOEIC ഉണ്ട്, OET ഉണ്ട്, അതുപോലെ PTE ഉണ്ട്. ഇത്രയും എക്സാംസിൻ്റെ ചോയ്സ് അവർക്ക് അവിടെ ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതി. അത് നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ അവർക്ക് ആ പരീക്ഷ എഴുതാനും
അത് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഓൾറെഡി ഉണ്ട്. സർ, ഈ കാറ്റഗറിയിലുള്ള വിസാസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, EB1, EB2, EB3, അതേപോലെ തന്നെ A2 എന്ന് പറയുന്ന കാറ്റഗറി, സബ് കാറ്റഗറിയും വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിസകളുടെ പ്രോസസ്സിംഗ് ടൈം വളരെ കൂടുതലാണെന്ന്, പ്രത്യേകിച്ച് EB3ക്കൊക്കെ ഒരു 10 വർഷമൊക്കെ ഇന്ത്യക്കാർക്ക് പ്രോസസ്സിംഗ് ടൈം ഉണ്ടെന്ന് പറയാം. അപ്പോൾ പലരും ചോദിക്കും, 10 വർഷം കാത്തിരുന്നിട്ട് അമേരിക്കയിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങളുടെ സമയം എങ്ങനെയാണ്? EB1 എന്ന് പറയുന്ന കാറ്റഗറി പൊതുവെ കറണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്നൊരു വ്യക്തിക്ക് 6 മാസം മുതൽ 9 മാസത്തിനുള്ളിൽ ഗ്രീൻ കാർഡോടുകൂടി അവിടെ എത്തുന്നൊരു സംവിധാനമാണ് ഈ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് പബ്ലിഷ് ചെയ്ത വിസ ബുള്ളറ്റിനനുസരിച്ചിട്ട് ജൂലൈ 1 EB1 കാറ്റഗറിയിലുള്ളവരുടെ പ്രയോറിറ്റി ഡേറ്റ് ഓൾമോസ്റ്റ് 1 ഇയർ പുറകിലാണ്. കാരണം കുറച്ച് ആളുകൾ അപ്ലൈ ചെയ്യുന്നു, നമ്പർ ഓഫ് ഇമിഗ്രൻസിനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം ഒരു രാജ്യത്തു നിന്ന് വരാവുന്ന വ്യക്തികളുടെ എണ്ണം 7000 അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റ് IT റിലേറ്റഡ് ആയിട്ടുള്ളവർ മറ്റ് പ്രൊഫഷൻസും എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടോട്ടൽ 140,000 അത് വരുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഗവൺമെൻറ് ഈ കഴിഞ്ഞ വർഷം ഒരു റിട്രോഗ്രഷൻ വന്നതുകൊണ്ട് അവരുടെ പ്രയോറിറ്റി ഡേറ്റ് ഒന്ന് ബാക്ക്ലോഗ് ആയിപ്പോയി. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഗവൺമെൻറ്റിന് ഒരു തീരുമാനമെടുക്കാം, ഈ ഷോർട്ടേജ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ പർട്ടിക്കുലർ കാറ്റഗറി മുന്നോട്ട് കൊണ്ടുവരണം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബാക്ക്ലോഗ് എല്ലാം ക്ലിയർ ചെയ്യാൻ വിത്തിൻ മന്ത്സ് മതി. ഓക്കെ. അതുപോലെ തന്നെ പൊതുവെ മറ്റുള്ളവർക്ക് അറിയാത്തൊരു മേഖലയാണ് ക്രോസ് ചാർജബിലിറ്റി എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അത് EB1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും ഈ ക്രോസ് ചാർജബിലിറ്റി എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും അറിയത്തില്ലെങ്കിലും അതിനകത്തൊരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ പ്രൈമറി അപ്ലിക്കൻ്റോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റോ ആരെങ്കിലും ഒരാൾ ഇന്ത്യക്ക് വെളിയിലാണ് ജനിച്ചതെങ്കിൽ അവരുടെ പ്രയോറിറ്റി ഡേറ്റ് കുറച്ചും കൂടി ഫാസ്റ്റാണ്. ഇപ്പം ഇന്നത്തെ പറയുന്ന November 1, 2022 ആണ് അവരുടെ പ്രയോറിറ്റി ഡേറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കുറച്ചും കൂടി അഡ്വാൻസ് ആവും. സാധാരണഗതിയിൽ അത് കറണ്ട് ആവാറുണ്ട്. ആ സമയത്ത് ഇന്ത്യയിൽ ജനിച്ചവർക്കാവുമ്പോൾ ശരിയാണ് ഓൾമോസ്റ്റ് 12 വർഷമാണ് നിലവിലെ വെയിറ്റിംഗ് പീരീഡ്. പക്ഷേ ആ നിലവിലെ വെയിറ്റിംഗ് പീരീഡ് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഈ കഴിഞ്ഞ 20 വർഷത്തെ എക്സ്പീരിയൻസിൽ, ഈ പർട്ടിക്കുലർ ഫീൽഡിലെ എക്സ്പീരിയൻസിലനുസരിച്ചിട്ട് പല പ്രാവശ്യം ഇത് മാറിയും മറിഞ്ഞും വരാറുണ്ട്. ആ വരുന്ന സമയത്ത് നമ്മൾ ഒരു ചൊല്ലുമല്ലോ, നമ്മൾ ആയുധം ധരിച്ച് റെഡിയായി നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് എൻ്റെ കയ്യിൽ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ഞാൻ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണെന്ന് തോന്നിക്കഴിയുമ്പോൾ ആ സമയത്ത് വരുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അത് ഒത്തിരി നല്ലതായിരിക്കും. അവർക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പറയുന്ന EB1, EB2, EB3 കാറ്റഗറിയെ കുറിച്ച് കൂടുതൽ ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ അത് അവർക്ക് എന്തായാലും ഒരു പുതിയ അറിവാണ്. പക്ഷേ H1B എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഏറെ പേരും ശ്രമിക്കുന്നത്. H1B വിസയുടെ ഒരു മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ആർക്കൊക്കെ അതിന് ട്രൈ ചെയ്യാം? H1Bയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു പൊസിഷൻ, ഇപ്പോൾ ആളുകൾ ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്, മിനിമം റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ആ പൊസിഷന് ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഹയർ റിക്വയർഡാണ്. ഈ US സിസ്റ്റമാറ്റിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പൊസിഷനും ഒരു ജോബ് ഡിസ്ക്രിപ്ഷനുണ്ട്. ആ ജോബ് ഡിസ്ക്രിപ്ഷനാണ് അവരുടെ ആധികാരികമായിട്ടൊരു വ്യക്തിയെ ഹയർ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ട എഡ്യൂക്കേഷൻ മാനദണ്ഡം. അപ്പോൾ അതിൽ ബാച്ചിലേഴ്സ് ഓർ ഫങ്ഷണൽ ഈക്വലൻ്റ് എന്ന് ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന പർട്ടിക്കുലർ ഫീൽഡിലേക്ക് ലോക്കലായിട്ട് US ഒരു വ്യക്തിയെ നമുക്ക് ഹയർ ചെയ്യാൻ കിട്ടുന്നില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഇൻ്റർനാഷണൽ ഫോറിൻ അപ്ലിക്കൻറ്റിനെ നമുക്ക് സെലക്ട് ചെയ്യുകയും ആ വ്യക്തിക്ക് H1B എന്ന് പറയുന്ന പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റും. അതിനകത്ത് 2 ടൈപ്പ് H1Bs ഉണ്ട്. H1Bയിൽ ക്യാപ്പ് എക്സംപ്റ്റും നോൺ ക്യാപ്പും. അതായത് ക്യാപ്പ് എക്സംപ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഈ ക്യാപ്പ് എക്സംപ്റ്റ് കാറ്റഗറിയിൽ ഫയൽ ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളത് ലോട്ടറി സിസ്റ്റമാണ്. മാക്സിമം ഒരു 85,000 H1B വിസ, അതായത് 65,000 പ്ലസ് അഡ്വാൻസ്ഡ് പ്രൊഫഷണൽസിന് 20,000, 85,000 ആണ് H1B കാറ്റഗറിയിൽ ഒരു വർഷം അവിടെ വരാവുന്ന വ്യക്തികൾ. അത് ലോട്ടറി സിസ്റ്റമാണ്. പക്ഷേ ഇത് കൂടാതെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ സിസ്റ്റത്തിൽ എല്ലാ ഹോസ്പിറ്റൽ സിസ്റ്റവും നോട്ട് ഫോർ പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ ഫെയ്ത്ത് ബേസ്ഡ് അല്ലെങ്കിൽ അഫിലിയേറ്റഡ് ആണ്. 3 അവർക്ക് സ്വന്തമായി യൂണിവേഴ്സിറ്റി ഉള്ളവരാണ്. ഈ 3 കാറ്റഗറി ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു H1Bയിൽ ഒരു വ്യക്തിയെ ഹയർ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ ലോട്ടറി സിസ്റ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ അത് ഏത് പ്രൊഫഷൻസും ഡിഗ്രി ഓർ മോർ റിക്വയർഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവർ എലിജിബിളാണ്. ആ പൊസിഷൻ അവിടെ ഓപ്പണിംഗ് ആണ്. അവരെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ H1Bയിൽ വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എപ്പോഴും 12 മാസവും ഫയൽ ചെയ്യാവുന്നതാണ് ക്യാപ്പ് എക്സംപ്റ്റ് H1B.
എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറയുകയുണ്ടായി. ഇപ്പോൾ അവരുടെ ചില ബന്ധുക്കളോ അല്ലെങ്കിൽ നല്ല അടുത്ത സുഹൃത്തുക്കളോ ഒക്കെ അവിടെ കാണും. അപ്പോൾ അവരൊക്കെ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു B1 B2 എടുത്തൊരു ടൂറിസ്റ്റ് എന്നുള്ള നിലയിൽ ഇങ്ങ് വാ, അല്ലെങ്കിൽ ഞങ്ങളെ കാണാനെന്നുള്ള രീതിയിൽ വാ. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു അഡ്വക്കേറ്റിനെ, അറ്റോർണിയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്ത് പതുക്കെ ഇവിടെ സെറ്റിലാകാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട് എന്ന് പറയാറുണ്ട്. ഇത് ശരിയാണോ? തീർച്ചയായിട്ടും ചില കേസുകളിൽ അത് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഒരു അറ്റോർണി വിചാരിച്ചാൽ ഒരിക്കലും അത് ഫയൽ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കവിടെ ടൂറിസ്റ്റ് വിസയിൽ വരാം, നമ്മൾ ഏതെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വന്ന് ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് നമുക്ക് ആ സ്ഥാപനത്തിൽ അവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അറ്റോർണീസ് ആയിരിക്കും ആ കേസുകൾ ഹാൻഡിൽ ചെയ്യത്തുള്ളൂ. നമ്മളുടെ ചോയ്സ് ഓഫ് അറ്റോർണി നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ കോസ്റ്റ് ഓഫ് ഫയലിങ്, ഗവൺമെൻറ് ഫീസ്, അതുപോലെ ലീഗൽ ഫീസ് എല്ലാം കൊടുക്കുന്നത് ഈ സ്ഥാപനമായിരിക്കും. അപ്പോൾ അവരുടെ ബഡ്ജറ്റിന് അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് ഫയൽ ചെയ്യാം. പക്ഷേ ഈ B1 B2 ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ ബിസിനസ് വിസയിൽ വരുന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഇല്ല. അവർ മിനിമം 90 ദിവസം, അതായത് ഇൻറ്റൻഷൻ ടു സ്റ്റേ എന്ന് പറയുന്നൊരു റെഗുലേഷനുണ്ട്. അത് വയലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു സിസ്റ്റം വെച്ചിരിക്കുന്നത്. വിസിറ്റ് ചെയ്യുന്നൊരു വ്യക്തി അവിടെ വന്ന് സ്റ്റാറ്റസ്, ഒരു ജോലി കണ്ടുപിടിച്ച് അവിടെ സ്റ്റാറ്റസ് മാറി ഫയൽ ചെയ്യണമെങ്കിൽ ഒരു 90 ദിവസം വെയിറ്റ് ചെയ്യണം. 91ാമത്തെ ദിവസമേ നമുക്ക് അവരുടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇനി നമ്മൾ ജോലിയുടെ കാര്യം മാറിയിട്ട് വിദ്യാഭ്യാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള രാജ്യമാണ് അമേരിക്ക. പക്ഷേ അമേരിക്കൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ബ്ലോക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ട്. വളരെ എക്സ്പെൻസീവായിട്ടുള്ള പഠനമാണല്ലോ അവിടെ. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഞാൻ അതുകൊണ്ട് തന്നെ മറ്റ് ചില രാജ്യങ്ങൾ, കാനഡ അല്ലെങ്കിൽ UK പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകാം എന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അത്രയ്ക്ക് എക്സ്പെൻസീവ് ആണോ, അല്ലെങ്കിൽ സ്കോളർഷിപ്പുകളോ ഫണ്ടുകളോ ലഭ്യമാണോ? ക്രിസ്റ്റീന, അതിനകത്ത് പഠിക്കാൻ കഴിയുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ഒരുപാട് ലെവൽ സ്കോളർഷിപ്പുകൾ കിട്ടും. എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പുകൾ കിട്ടാവുന്ന മേഖലകൾ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD പ്രോഗ്രാംസിനാണ്. എനിക്കറിയുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ ഓൾമോസ്റ്റ് 100+% ഓർ മോർ ഈ യൂണിവേഴ്സിറ്റി തന്നെ അവരെ സ്പോൺസർ ചെയ്ത്, ഈവൻ ഇൻക്ലൂഡിങ് അക്കോമഡേഷൻ്റെ പോലും എക്സ്പെൻസ് അവർ കൊടുത്ത് പഠിക്കുന്ന ഒരുപാട് പിള്ളേർ അവിടെ വരുന്നുണ്ട്. ഇതിനകത്ത് ബാക്കിയുള്ള ബേസിക് എഡ്യൂക്കേഷൻ, ഇപ്പോൾ ഒരു ആവറേജ് ഒരു +2 കഴിഞ്ഞ് ഒരു ഡിഗ്രി പ്രോഗ്രാമിനാണ് US വരുന്നതെങ്കിൽ ശരിയാണ്, കോസ്റ്റ്ലിയാണ്. പക്ഷേ അത് നമ്മൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റിയെ ബേസ് ചെയ്തിരിക്കും. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ കമ്പയർ ടു എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 50% ഓർ മോർ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് സ്കോളർഷിപ്പിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അവിടെ കിട്ടുന്ന റെഡ്യൂസ്ഡ് ഫീസ് പ്ലസ് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ അവരൊരു നല്ലൊരു ഉന്നത പഠനം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നല്ലൊരു ചോയ്സാണ്. ഇപ്പം മറ്റു ദേശങ്ങളിൽ പോകുന്നതിൻ്റെ അത്രയും പൈസ എനിക്ക് തോന്നുന്നില്ല അത്രയും പൈസ അവിടെ വരുമെന്ന്. പക്ഷേ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് ഒരു സെമസ്റ്റർ എഡ്യൂക്കേഷൻ അവർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓൾമോസ്റ്റ് 20 hours എ വീക്ക് വെച്ച് മിനിമം വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ഈ യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള പ്ലേസുകളിൽ വർക്ക് ചെയ്യാം. അതുകൂടാതെ അവർക്ക് സമ്മർ മറ്റ് വെക്കേഷൻ ടൈമിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് അവർക്ക് അവരെടുത്തിരിക്കുന്ന പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു സയൻസ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണെങ്കിൽ അവർക്ക് ഓൾമോസ്റ്റ് 3 years 1+2 അവിടെ സ്റ്റേ ബാക്ക് ചെയ്യാം. STEM OPT എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അവർക്ക് അവിടെ നിന്ന് അത് നിൽക്കാൻ പറ്റും. ആ 3 വർഷം കൊണ്ട് തന്നെ ഇവരെക്കുറിച്ച് അല്ലെങ്കിൽ നല്ലൊരു ഗുഡ് വിൽ അവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനം തന്നെ അവർക്ക് തുടർന്ന് സ്പോൺസർഷിപ്പ് കൊടുക്കാം. അവർക്കത് കണ്ടിന്യൂ ചെയ്യാനും ബുദ്ധിമുട്ടില്ല. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള മലയാളികളാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കേരളത്തിലെ മലയാളികൾ മാത്രമേ ഇത് കേൾക്കത്തുള്ളൂ, അവർക്ക് മാത്രമാണ് പോകാനുള്ള സാധ്യത. പക്ഷേ ഇത് ന്യൂസിലൻഡിലിരിക്കുന്ന ഒരു മലയാളി കേൾക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലിരിക്കുന്ന മലയാളി കേൾക്കുന്നുണ്ടാകും, കാനഡയിലുള്ള മലയാളി കേൾക്കുന്നുണ്ടാകും, UK മലയാളി കേൾക്കുന്നുണ്ടാകും. അപ്പോൾ അവരുടെ ഒരു ഫസ്റ്റ് ചോയ്സായി ചിലപ്പോൾ അമേരിക്ക അവർക്ക് വന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ അവിടെ എത്തിപ്പെട്ടത്. പക്ഷേ ഇവർക്കൊക്കെ അമേരിക്കയിലേക്ക് പോകണമെന്നൊരു ഡ്രീം കാണും. അങ്ങനെയുള്ളവർക്കുള്ള സാധ്യത എന്താ? തീർച്ചയായിട്ടും അവർക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് വരാം. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞു ഏകദേശം 65 രാജ്യങ്ങളിൽ പോകുന്നുണ്ടെങ്കിലും സെലക്റ്റീവായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലും നമ്മൾ ഹയർ ചെയ്യുന്നതിൻ്റെ റീസൺ. അതിൽ ഇന്ത്യ വൺ ഓഫ് ദ കൺട്രീസാണ്. കാരണം അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിലുള്ളതുകൊണ്ടും, അതുപോലെ കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, UK, അതുപോലെ കരീബിയൻ ഐലൻഡ്സ്. ഈ വരുന്ന ഫൈനൽ
എപ്പോഴും ആളുകൾ ചിന്തിക്കുന്ന ഒരു ഏരിയ ആണ് അമേരിക്കയിൽ വരണം, പഠിക്കണം, അവിടെ സെറ്റിൽ ചെയ്യണമെന്ന്. ഇപ്പോൾ ഈ നല്ല രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി അവർക്ക് അവരുടെ OPT അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം അവർ ശരിക്കും കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പൈസ പോലും ചിലവില്ലാതെ എന്ന് പറയുമ്പോൾ അവരുടെ പ്രോഗ്രാം കഴിയുമ്പോഴേക്കും അവർ ചെയ്യുന്ന വർക്ക് അതുപോലെ അവരുടെ സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് എല്ലാം നോക്കുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ബാക്കി ആ ഇനിഷ്യൽ എക്സ്പെൻസസ് മാത്രമാണ് അവർ ഈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർ ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, റെപ്യൂട്ടബിളായിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം. ആ എടുക്കുന്ന പ്രോഗ്രാമിൻ്റെ റിലയബിലിറ്റി അതുപോലെ ആ പ്രോഗ്രാം കൊണ്ട് ഫ്യൂച്ചറിൽ എനിക്ക് എന്താണ് ഗുണമുണ്ടാവുക എന്ന് നമ്മളുടെ മാത്രം ഗുണമല്ല, അതുകൊണ്ട് ആ ചെല്ലുന്ന സ്ഥലത്ത് എനിക്ക് ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഈ കുടുംബമായി അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർ, അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരാൾക്കായിരിക്കും നല്ല ജോലി സാധ്യതയുള്ളത്, ഒരാളിൻ്റെ വരുമാനം കൊണ്ട് ഒരു കുടുംബത്തിന് അവിടെ കഴിഞ്ഞുകൂടാൻ പറ്റില്ല എന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളിൻ്റെ വരുമാനം, ഒന്നിലേറെ വരുമാന സ്രോതസ് വേണം എന്ന് പറയാറുണ്ട്. അതിനുള്ള ഓപ്ഷൻ ഉണ്ടോ അവിടെ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഒരു ഇമിഗ്രൻ്റ് വിസയിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അവരുടെ ബേസിക്കലി ഒരു സ്ഥാപനത്തിലെ ശമ്പളം അല്ലെങ്കിൽ അവർക്ക് പെർ അവേർലി ബേസിസിലാണ് അവർക്ക് സാലറി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ശമ്പളം കൊണ്ട് തന്നെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് US-ൻ്റെ സാലറി സ്ട്രക്ചർ ബിൽഡപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ന്യൂയോർക്കിൽ ഒരാൾക്ക് കിട്ടുന്ന ശമ്പളം ഫ്ലോറിഡയിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. അതുപോലെ ഫ്ലോറിഡയിൽ കിട്ടുന്ന ശമ്പളം ആയിരിക്കില്ല ഒരു പക്ഷേ കാലിഫോർണിയ കിട്ടുന്നത് അല്ലെങ്കിൽ ടെക്സസിൽ കിട്ടുന്നത്. ആളുകൾ പറയുന്ന ഒരു ചൊല്ലുണ്ട്, നീ ഇങ്ങോട്ട് പോയി ഇവിടെ വന്നാൽ നിനക്ക് കുറച്ച് കൂടുതൽ പൈസ കിട്ടും. പക്ഷേ അത് സത്യമല്ല. കാരണം US-ൻ്റെ ഈ സാലറി സ്ട്രക്ചർ തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. ആ കോസ്റ്റ് ഒരു നിസ്സാര കാര്യം മാത്രമല്ല, ടാക്സ്, നമ്മൾ വാങ്ങുന്ന വീടിൻ്റെ ടാക്സ്, വീടിൻ്റെ കോസ്റ്റ്, അതുപോലെ ഡേ ടു ഡേ ഡെയിലി ലൈഫിലുള്ള എക്സ്പെൻസസ്, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ഈ സാലറി സ്ട്രക്ചർ റിവൈസ് ചെയ്യുന്നത്. ഒരു വർഷത്തിൽ ചില പ്രാവശ്യം ഞങ്ങൾ 2 പ്രാവശ്യമൊക്കെ ഈ സാലറി സ്ട്രക്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താറുണ്ട്. അതെല്ലാം ഈ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും കൂടി ബെനിഫിറ്റ് ആവും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം വരുന്ന സമയത്ത് എൻ്റെ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു ജോലി ആവണം എൻ്റെ സ്പൗസിന് കിട്ടണമെന്ന് നമ്മൾ ഒരിക്കലും നിർബന്ധം പിടിക്കരുത്. നമുക്കവിടെ ഏതാണോ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ആ ജോലി എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഭാഷ പഠിക്കാം, അതുപോലത്തെ അവിടുത്തെ എത്തിക്സ് അല്ലെങ്കിൽ മാനേഴ്സ്, മറ്റു കാര്യങ്ങൾ അവർക്ക് ഫോളോ ചെയ്യാം. പിന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പഠിക്കുകയും ഏത് ഫീൽഡിലാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് നോക്കി അവർക്ക് ആ മേഖലകൾ തിരഞ്ഞെടുക്കാനുമുള്ള ഇഷ്ടം പോലെ അവസരങ്ങൾ ഉണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, വർക്ക് ചെയ്യാനുള്ള വില്ലിങ്നെസ് വേണം. ഇപ്പോൾ ഫാമിലി അല്ലാതെ ഒരാൾ വിചാരിക്കുക, ഞാൻ ഒറ്റയ്ക്ക് പോയി കുറേ നാൾ, ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം അവിടെ നിൽക്കുക, ജോലി ചെയ്യുക, അതിനുശേഷം തിരികെ വരിക, അങ്ങനെയുള്ളവർക്ക് ഏത് തരത്തിലുള്ളൊരു സംവിധാനമാണ്? അങ്ങനെ വന്ന് വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് അവിടെ വന്ന് ജോലി ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയും അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും അവർ അമേരിക്കയിൽ വന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കോസ്റ്റ് നമ്മൾ കൂടുതൽ ഏറ്റവും എക്സ്പെൻസീവ് എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന താമസ സ്ഥലവും നമ്മളുടെ വാഹനവുമായിരിക്കും. അപ്പോൾ ഈ താമസ സ്ഥലം നമ്മൾ വർക്ക് ചെയ്യുന്ന ജോലിയുടെ അടുത്ത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ കിട്ടുക, റൂം ഷെയറിങ്ങിലൊക്കെ കിട്ടുകയാണെങ്കിൽ അവർക്ക് അത് അവിടെ തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റും. പൊതുവേ ഉള്ള അമേരിക്കൻ മലയാളികളിൽ 2 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളുടെ ശമ്പളം കൊണ്ട് തന്നെ ഏകദേശം എക്സ്പെൻസസുകളെല്ലാം മീറ്റ് ചെയ്യുകയും ഒരാളുടെ ശമ്പളം അവർക്ക് സേവിങ്സ് ആയിട്ട് വയ്ക്കാനും പറ്റുന്നൊരു സംവിധാനമാണ് അവിടെ ഉള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മുടെ ഈ ഇൻ്റർവ്യൂ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടായി കാണില്ല. കാരണം എന്താണ്, ഞാൻ ഒരു നേഴ്സാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ലാബ് ടെക്നീഷ്യനാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു പ്രൊഫഷനാണ്, ഇതിലൊക്കെ സാധ്യതയുള്ള ഏരിയയും ഉണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്കൊരു വിസ ലഭിച്ച് അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? തുടക്കത്തിൽ ഏത് രീതിയിലായിരിക്കണം എൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അവർ തീർച്ചയായിട്ടും അത് മേഖലകളിലുള്ള വ്യക്തികളുമായിട്ടോ അല്ലെങ്കിൽ അത് കാര്യങ്ങളെ പഠിപ്പിക്കുന്ന കൺസൾട്ടൻസ് ഉണ്ടാവും അതാത് സ്ഥലങ്ങളിൽ. അപ്പോൾ ആ കൺസൾട്ടൻസുമായിട്ട് അവർ അപ്രോച്ച് ചെയ്യുകയും റിലയബിൾ ആണ്, ജെന്യൂൻ ആണെന്ന് അവർക്ക് ബോധ്യം വരുന്നവർ മാത്രമായിട്ടേ അവർ ഡീൽ ചെയ്യാവുള്ളൂ. അതിൻ്റെ പേരിൽ രജിസ്ട്രേഷൻ ഫീസോ മറ്റു കാര്യങ്ങളോ വാങ്ങുന്ന വ്യക്തികളുമായിട്ട് ഒരു കാരണവശാലും അവർ ഡീൽ ചെയ്യരുത്. കാരണം ആ സ്ഥാപനവും ആ ഹയർ ചെയ്യുന്ന സിസ്റ്റവും തമ്മിലൊരു ധാരണ പ്രകാരം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ആ സ്ഥാപനം ബാധ്യസ്ഥരാണ്. അത് കഴിഞ്ഞ് അവർ ഹയർ ചെയ്യുന്ന സ്ഥാപനമാണ് അവർ ചെയ്ത സേവനങ്ങൾക്ക് ആ കൺസൾട്ടൻസിനുള്ള പ്രതിഫലം കൊടുക്കുന്നത്.
നമ്മൾ ഈ കാനഡയിലും UK-യിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ ജോലി ചെയ്യുന്ന പലരോടും സംസാരിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനായിട്ടും അമേരിക്ക തന്നെ പറയാറുണ്ട്. അപ്പോൾ ഒരിക്കൽ അവിടെ വന്നു, അതുകൊണ്ട് ഇനി അമേരിക്കയിലേക്ക് ട്രൈ ചെയ്യണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. എന്നാൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്തരം ഒരു കുത്തൊഴുക്ക് ഈ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്കുണ്ടോ? അത്തരം ഒരു താല്പര്യം ഇവരിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിന് കാരണം എന്താ? ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കൻസിൽ ഏറ്റവും കൂടുതലും വന്നിരിക്കുന്നത് ഈ കാനഡ, അതുപോലെ UK, അയർലൻഡ്, ഈവൻ ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ എന്നുണ്ട്. ന്യൂസിലാൻഡ് ഓസ്ട്രേലിയയിൽ നിന്നും ഈ കമ്പയർ ടു UK അനുസരിച്ച് അത്രയും ഇല്ലെങ്കിൽ പോലും ആളുകൾ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ട് തിങ്ക് ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ്. അത് 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ തുല്യത, ആ തുല്യത മാത്രമല്ല, അവർക്ക് നല്ല ശമ്പളം ഈക്വലായിട്ട് കൊടുക്കും. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ എപ്പോഴും നിർബന്ധം പിടിക്കുന്നൊരു കാര്യമാണ് ഈ വേർതിരിവ് ഒരിക്കലും കാണിക്കാൻ പാടില്ല. ഒരു അമേരിക്കൻ നേഴ്സിന് എത്ര ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടോ ആ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് മറ്റൊരു ദേശത്തു നിന്ന് വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് 2 പേർക്കും ഒരേ ശമ്പളമായിരിക്കണമെന്ന് ഞാൻ വളരെ നിർബന്ധം പിടിക്കാറുണ്ട്. അതനുസരിച്ച് അത് നടന്നിട്ടുമുണ്ട്. ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ എസ്പെഷ്യലി UK അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഈക്വാലിറ്റി ഇല്ല. ആ ഈക്വാലിറ്റി ഇല്ലാത്തതിൻ്റെ ബേസ് അവരെപ്പോഴും ചിന്തിക്കുന്നത് അവരുടെ ദേശത്തുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്ന ശമ്പളം ഒരു ലെവൽ ശമ്പളമായിരിക്കും, മറിച്ച് ഈ വരുന്ന ഫോറിനേഴ്സായിട്ട് വരുന്ന മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ശമ്പളവും വേറൊരു തലത്തിലായിരിക്കും. ഏറ്റവും കൂടുതൽ അത് കാണുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. പക്ഷേ UK-യിലും അയർലൻഡിലും അതുണ്ട്. US-ൽ വരുമ്പോൾ അവർക്കൊരു ഈക്വാലിറ്റി കിട്ടുന്നതുകൊണ്ടും അവർക്ക് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് കുറവാണ്, കുഞ്ഞുങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടും. അതുകൊണ്ട് ഈ ഫ്രീ ലാൻഡ് ആയതുകൊണ്ടും അവർക്ക് മറ്റുള്ള തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനോ കാര്യങ്ങളോ ഫേസ് ചെയ്യത്തില്ല എന്നുള്ളത് കൊണ്ടുമാണ് കൂടുതലും ആളുകൾ അമേരിക്ക പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ചെടി നമ്മൾ ഒരു മണ്ണിൽ നിന്ന് വേറൊരു മണ്ണിലേക്ക് മാറ്റി നടുമ്പോൾ മാനസികമായും ശാരീരികമായും ഒക്കെ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തണം. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ കുടുംബത്തെ വിട്ട്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയൊക്കെ വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ മാനസികമായ ചില തയ്യാറെടുപ്പുകൾ വേണം. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് മാനസികമായ ചില സപ്പോർട്ടുകൾ വേണം. അത്തരത്തിലൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കൗൺസിലിങ് നിങ്ങൾ ഇങ്ങനെ വേണം, ഈ രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മരമായി ഇവിടെ വളരാൻ സാധിക്കും, അങ്ങനെ ഒരു തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്? തീർച്ചയായിട്ടും ഞാൻ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിൽ ഇത്രയും ഫാമിലികളിൽ ഞാൻ ഇപ്പോഴും ഏകദേശം 250ഓളം ഹോസ്പിറ്റലുകളുള്ള ഈ ഒരു ശൃംഖലകളുടെ ഈ ഇമിഗ്രേഷനും അവരുടെ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റും ഞാനാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന എല്ലാ വ്യക്തികളെയും ഞാൻ പേഴ്സണലി വിത്ത് ഫാമിലി ഞാൻ കാണും. അവർക്ക് കഴിയുന്നതും ഞാൻ അവർക്ക് മണിക്കൂറുകൾ ചെലവഴിച്ച് പല ദിവസങ്ങളിലായിട്ട് ഞാൻ അവർക്ക് ഓരോ ക്ലാസ്സുകൾ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതുകൂടാതെ ഈ വരുന്ന വ്യക്തികൾക്ക് പോലും ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ അവിടുത്തെ കൾച്ചറിനെ കുറിച്ച് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കും. അത് പൊതുവേ ഞങ്ങളുടെ ആ ട്രെയിനിങ് കാരണം ഞാനും കൂടി ഉള്ളൊരു ഭാഗമാണ് ആ ട്രെയിനിങ് ക്രിയേറ്റ് ചെയ്തത്. നമ്മുടെ ഈ വർഷങ്ങൾക്കായുള്ള നമ്മളുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ആ ട്രെയിനിങ് ഇപ്പോൾ വളരെ ഫേമസ് ആയി. മറ്റ് ഹോസ്പിറ്റലുകൾ പോലും ഞങ്ങൾക്ക് ആ ട്രെയിനിങ് വന്ന് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഈ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് ഹയർ ചെയ്യുന്ന ഓരോ വ്യക്തിയെയും ഞാനൊരു എംപ്ലോയി ആയിട്ട് ഒരിക്കലും കാണാറില്ല. മറിച്ച് എൻ്റെ ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് ഞാൻ അവരെ കണക്കാക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഒരു കാരണവശാലും അവർക്കുണ്ടാവാൻ ഞാൻ അനുവദിക്കാറുമില്ല. എന്തായാലും അമേരിക്ക തുറന്നിടുന്നത് വലിയ അവസരങ്ങളാണ്. അത് ഉപയോഗിക്കാനും കൃത്യമായി നിയമപരമായി എങ്ങനെ അമേരിക്കയിലേക്ക് കുടിയേറാം എന്നതിനെക്കുറിച്ച് വളരെ ലളിതമായി സാർ പറഞ്ഞു തന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ കൂടുതൽ താല്പര്യമുള്ളവർ സാറിനെ കോൺടാക്ട് ചെയ്യുകയും കൂടുതൽ നിയമോപദേശം ഇക്കാര്യത്തിൽ നേടുകയും ഒരുപാട് പേര് പോയി ഈ പറഞ്ഞതുപോലെ കുറച്ചു കാലം നിന്നിട്ട് തിരികെ വരികയോ അല്ലെങ്കിൽ അവിടെ ജീവിച്ച് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് ആശംസകൾ. സാറിനും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.